ഇതാണ് എൻ്റെ സ്വന്തം നാട് കരിമ്പുകൾ. ഇവിടെ ഞങ്ങളുടെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി ടീം കുമ്മായും ഒരു ഷോ ഇറക്കി. ഇനിയാണ് ശരിക്കും സംഭവം നടക്കുന്നത്. ഇന്നാണ് ഞങ്ങൾ ഷോ കാട്ടാനുള്ള ഫസ്റ്റ് ഡേ. ഞങ്ങളുടെ മുന്നിൽ തേരാല വയ്ക്കുന്നത് നമ്മുടെ സ്വന്തം SR സൗണ്ട്. പിന്നെ ടീം കുമ്മായും ടീമും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സംഭവം സെറ്റ് ചെയ്യാനായിട്ടൊന്നും പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ടീമിലെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് സംഭവം മേലിൽ കയറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നടാ എന്ത് പറയാൻ ഒരൊറ്റ കാറ്റായിരുന്നു. ഞങ്ങൾ ആ സ്ക്രീനും എല്ലാ സാധനം കൊണ്ടും കാറ്റങ്ങെടുത്തുകൊണ്ട് പോയി. പിന്നെ എയറിലിരിക്കുകയായിരുന്നു നമുക്ക് സ്ക്രീനൊക്കെ. ഞങ്ങളത് നോക്കി സങ്കടപ്പെട്ട ഒരു സൈഡിൽ. അത്രയും നേരം ഉണ്ടായ സന്തോഷം മൊത്തം ആ കാറ്റും മഴയും കൊണ്ടുപോയി. പിന്നെ ആകെ സങ്കടമായി, വിഷമമായി, എന്തോ പറയാനാ, എല്ലാം പോയിരുന്നല്ലോ. പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. ഇനി നടത്താൻ പറ്റുമെന്ന് അറിയില്ലല്ലോ, ഇനി നാട്ടുകാർ വരുമെന്ന് അറിയില്ലല്ലോ. തട്ടിക്കൂട്ടി ആൾക്കാർ വിചാരിക്കുന്ന മഴക്കാലത്ത് ആര് വരാനാ, ആ ഒരു ഫീലിൽ ഞങ്ങളിങ്ങനെ നിൽക്കണം. അങ്ങനെ ഞങ്ങൾ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ സ്ക്രീൻ തിരിച്ചു കൊടുക്കല, നമുക്കൊണ്ട് പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് SR സൗണ്ട് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ വാടാ, നമുക്കത് ചെയ്ത് നോക്കാം, നമുക്കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വിശ്വാസം വേണം പറഞ്ഞ് അവർ വീണ്ടും മുന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ വീണ്ടും വന്നു. എന്നാൽ ശരി, രണ്ടും കൽപ്പിച്ചിറങ്ങാന്ന് വെച്ചാൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അടുത്ത വരും നാട്ടുകാർ വരുമെന്നായി. പക്ഷെ പരിപാടി സ്ക്രീനങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടുകാർ അപ്പം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു ചെറുതായിട്ട് ഒച്ചയായിട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം നാട്ടുകാരും. അങ്ങനെ പടം തുടങ്ങി, ടൈറ്റിൽ എഴുതി കാട്ടി. അപ്പം തന്നെ അതേ നാട്ടുകാരുടെ ആ സന്തോഷം പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഷിജു ഇടയത്തേരുടെ കണ്ണിൽ പൂത്തിരി എത്തി. ഒരു അത്രയ്ക്ക് വലിയ സന്തോഷമായി. ഞാൻ ആ ഒരു നോട്ടത്തിൽ തിരിച്ച് അപ്പുറമായിട്ട് നോക്കിയപ്പോൾ അതേ അടുത്ത് നമ്മുടെ ടീം അംഗങ്ങൾക്കൊക്കെ ആ ഒരു ചിരി തന്നെ ഉണ്ട്. പിന്നെ എനിക്കും വരാതിരിക്കും, ഞാനങ്ങനെ സന്തോഷിച്ചു, അടിച്ചു പൊളിച്ച് സന്തോഷിച്ചു. അത്ര നേരം കഷ്ടപ്പെട്ടിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ സംഭവം നടന്ന എനിക്കൊരു സന്തോഷം. അപ്പോഴും നമ്മുടെ നാട്ടുകാർ ഇത്ര പക്കയായിട്ട് കട്ടയ്ക്ക് ചങ്കുവില കൂടിയിരിക്കുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഫോനെ പൊളിച്ചടിക്കും. അങ്ങനെ നമ്മുടെ ഷിജു ഇടയത്തേരിൻ്റെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു. അത് നമ്മുടെ നാട്ടുകാരില്ലേ, രണ്ട് കൈ നീട്ടി അങ്ങ് വിചാരിച്ചു അടിച്ച് പൊളിച്ച് കൈ കൊടുത്തു. പിന്നെ എൻ്റെ അനിയന്മാരും എൻ്റെ ചേട്ടന്മാരും അമ്മമാരൊക്കെ കൂടി അവിടെ ഒരു ഉത്സവപ്പറമ്പ് കളിക്കും. അങ്ങനെ നമ്മുടെ ഷൈജി ചേട്ടി നാട്ടുകാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇറങ്ങി. നല്ല അഭിപ്രായം. എന്താ ഒരു സംഭവം ആദ്യം നമ്മുടെ ഇത് വന്നത് തന്നെ അടിപൊളിയായിട്ടാണ്. കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, സിനിമ നല്ലൊരു ഫീല്. അടിപൊളി, നല്ല രസമാണ്. ഉള്ള കള്ളത്തരങ്ങളെല്ലാം വെളിയിൽ വരാൻ സീനായിട്ടുണ്ട്. പരിപാടിയൊക്കെ നല്ലതാണ്. എനിക്കൊന്നും പറയാനേ, നിങ്ങളാണ് ഈ നാട്ടിൽ ഇനിയും അവർ അതുപോലെ തന്നെ ഇതായിരുന്നു എൻ്റെ തീരുമാനത്തിൽ ഇത് ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലെ എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മുടെ പിള്ളേർ, നമ്മുടെ എൻ്റെ ഏട്ടന്മാരും എൻ്റെ അനിയന്മാരും ചെയ്യുന്ന പരിപാടിയാണ്. അതിൽ ഒരു കഥ ഉണ്ടാക്കിയിട്ട് കഥ ഉണ്ടാവും അങ്ങനെയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ബേസിക്കലി നമ്മൾ ചെയ്ത പരിപാടി ഈ ഇതുപോലെ നമ്മൾ കാണുമ്പോൾ ഹീറോ
ഹീറോ അല്ല ഇപ്പോഴും ഈ ഇവിടെ ഹീറോ കണ്ണമ്മ ഹീറോ. പക്ഷെ അവൻ ഇത് ചെയ്ത് ഇനിയും അവൻ സപ്പോർട്ടും അതോടൊപ്പം തന്നെ എല്ലാ സപ്പോർട്ടും ഏറ്റവും വലിയ കാര്യമാണുള്ളത്. പത്തുനൂറ്റമ്പോളം എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ ഒരു മഴയൊക്കെ ഈ കാലാവസ്ഥ ഒരുമിച്ച് നിന്ന ഏറ്റവും എഫക്ട് അതായത് ഏറ്റവും വിലപ്പെട്ട സമയം ചെലവാക്കിക്കൊണ്ട് നമ്മൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ക്ഷണിച്ചതിലേക്ക് അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിരിക്കണം, പരിപാടി അവസാനിച്ചിരിക്കുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ഞങ്ങളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത നമ്മുടെ സ്വന്തം SR സൗണ്ടിനും അതിലെ വർക്കേഴ്സിനും പിന്നെ നമ്മുടെ സ്വന്തം നാട്ടുകാർക്കും ഇത്ര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്ത നമ്മുടെ സ്വന്തം നാട്ടുകാർക്കും ഞങ്ങളുടെ ടീമിൻ്റെയും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. പിന്നൊരു കാര്യം, എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടുകാർ? പൊളിയല്ലേ?